الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدنا علما أجمعين اللهم آت نفوسنا تقواها وزكيها وأنت خير من زكاها. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഇൻഷാല്ലാ നാവിൻ്റെ ലിസാൻ എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ നോക്കാം. ഇൻഷാല്ലാ അൽ ലിസാൻ, നാവ്. ഓക്കെ, നാവെന്നാണ് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ വരുന്നത്. 18 അക്ഷരങ്ങൾ വരുന്നുണ്ട്. 10 മഖ്റജ് എന്നുമായിട്ട് 18 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി നാവിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഒന്നും കൂടി പരിചയപ്പെടാം ഇൻഷാല്ലാ. ഇത് എന്താണ്, ഏറ്റവും ബാക്കിൽ കാണുന്നത് നമ്മൾ വായ തുറന്നാൽ കാണൂല, തൊണ്ടയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗമാണ്. ഇവിടെ ഇങ്ങനെ തൊണ്ടയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗം എന്താണ്? ജദറുൽ ലിസാൻ. ജദറുൽ ലിസാൻ. ഓക്കെ, റൂട്ട് ഓഫ് ദ ടങ്ക്, നാവിൻ്റെ വേര്, മുരട്. ജദറുൽ ലിസാൻ. ഓക്കെ, നമ്മൾ വായ തുറന്നാൽ കാണുന്ന ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വായ തുറന്നാൽ കാണുന്ന ഭാഗം. അത് നോക്കാം ഇനി. അപ്പം ഈ 3 ഭാഗമാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്തിന് എന്താ പറയുക? ബാക്കിലത്തെ ഭാഗത്തിന്, നാവിൻ്റെ പിൻഭാഗത്തിന് എന്താ പറയുക? അഖ്സൽ ലിസാൻ. അഖ്സൽ ലിസാൻ. ഓക്കെ, ബാക്കിലത്തെ ഭാഗം. ഓക്കെ, ഇനി മധ്യഭാഗം, മിഡിൽ പോർഷൻ, നാവിൻ്റെ മധ്യഭാഗത്തിന് എന്താ പറയുക? വസത്തുൽ ലിസാൻ. വസത്തുൽ ലിസാൻ. ഓക്കെ, അപ്പോൾ അത് മധ്യഭാഗം, വസത്തുൽ ലിസാൻ. ഇനി ഈ ഭാഗം ഒന്നായിട്ട് എന്താ പറയുക? തൊർഫുൽ ലിസാൻ. തൊർഫുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഒന്നായിട്ട്. ഓക്കെ, അത് തൊർഫുൽ ലിസാൻ. ഇനി തൊർഫുൽ ലിസാനിൽ ഇങ്ങനൊരു ഈ ഏറ്റവും കൂർത്ത അറ്റുണ്ട്, അതിനെന്താ പറയുക? റസുൽ ലിസാൻ. റസ്, ഹെഡ്, തല. ഓക്കെ, റസുൽ ലിസാൻ ഏതാണ്? ഈ ഭാഗം മാത്രം, ഏറ്റവും അറ്റം. ഓക്കെ, അപ്പോൾ ജദ്റുൽ ലിസാൻ നാവിൻ്റെ റൂട്ട്, അഖ്സൽ ലിസാൻ നാവിൻ്റെ പിൻഭാഗം, വസത്തുൽ ലിസാൻ നാവിൻ്റെ മധ്യഭാഗം, തൊർഫുൽ ലിസാൻ ഈ നാവിൻ്റെ അറ്റം. ഓക്കെ, ഇനി റസുൽ ലിസാൻ നാവിൻ്റെ ഏറ്റവും അറ്റം. ഓക്കെ, അത് ഈ ഭാഗം. ഓക്കെ, ഏറ്റവും അറ്റം. ഇനി ഒന്നുകൂടി നോക്കാണ്ട് ഹാഫത്തുൽ ലിസാൻ. ഹാഫത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അരിക്, നാവിൻ്റെ വശം, നാവിൻ്റെ സൈഡ്സ്, നാവിൻ്റെ ബോർഡർ. ഓക്കെ, ഇനി ഹാഫത്തുൽ ലിസാന് 2 ടൈപ്പ്, 2 ഭാഗമുണ്ട് ഹാഫത്തുൽ ലിസാനിന്. അഖ്സ ഹാഫ് ഉണ്ട്, അദ്ന ഹാഫ് ഉണ്ട്. അദ്ന ഹാഫ് ഉണ്ട്. ഓക്കെ, അപ്പം അഖ്സ ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ബാക്കിലേക്ക് ഉള്ളിലേക്കുള്ള ഭാഗം, ദൂരത്തുള്ള ഭാഗം, അഖ്സ ഹാഫ. ഓക്കെ, ഇനി അദ്ന ഹാഫ എന്ന് പറഞ്ഞാൽ ഈ മുന്നിലേക്കുള്ള ഭാഗം, അദ്ന ഹാഫ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കാം ഇൻഷാ അല്ലാ. ഇനി നമ്മൾ പറഞ്ഞല്ലോ നാവിന്നും 18 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ വരുന്നത് നാവിന്ന് വരുന്ന മഖ്റജ് ഏതാണ്? നാവാണ്. 18 അക്ഷരങ്ങൾ. ഓക്കെ, 10 മഖ്റജ്, 10 സ്പോട്ട്സ് ഉണ്ട്, 10 മഖ്റജുകളുണ്ട്. ഓക്കെ, എക്സിറ്റ് പോയിൻറ്റ്സ് 10 ആണ്. 1 2 3 4 5 6 7 8 9 10 എക്സിറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, 18 അക്ഷരങ്ങളും ഇൻഷാ അല്ലാ. ഇനി നോക്കാം. ഒന്നാമത്തെ നാവിന്നുള്ള മഖ്റജ് ഏതാണ്? അഖ്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേ അറ്റം, ഈ ഭാഗം, നാവിൻ്റെ അങ്ങേ അറ്റം, അഖ്സൽ ലിസാൻ. അവിടെ എത്ര മഖ്റജ് ഉണ്ട്? അഖ്സൽ ലിസാനിൽ 2 മഖ്റജ് ഉണ്ട്. ഓക്കെ, അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖാഫ്, കാഫ്. ഓക്കെ,
അവയെ വിളിക്കുന്നത് അൽഖാബ് എന്താണ്? ഹുറൂഫുൽ ലഹവിയ. ലഹാത്ത് എന്ന് പറഞ്ഞാൽ ചെറുനാവാണ്. ചെറുനാവിൻ്റെ അടുത്തായതുകൊണ്ട്, സാമീപ്യം ഉള്ളതുകൊണ്ടാണ് ഹുറൂഫുൽ ലഹവിയ എന്ന് ഖാഫിനെയും കാഫിനെയും വിളിക്കുന്നത്. ഹുറൂഫുൽ ലഹവിയ. ഓക്കെ, ഇനി ഖാഫിൻ്റെ മഖ്റജ് നോക്കാം. ഖാഫിൻ്റെ മഖ്റജ് നാവിൻ്റെ പിൻഭാഗം മേലെ അണ്ണാക്കിൻ്റെ മൃദുലമായ ഭാഗത്തോട് ചേർക്കുന്നു. നാവിൻ്റെ പിൻഭാഗം എവിടെയാണ് ചേർക്കുന്നത്? അപ്പോൾ നമ്മൾ കൈ മുട്ടണ പോലുള്ളൊരു സൗണ്ടാണ്. നാവിൻ്റെ പിൻഭാഗം മേലെ അണ്ണാക്കിൻ്റെ സോഫ്റ്റ് പാലറ്റിൽ തട്ടിച്ചിട്ട്, ഓക്കെ, സോഫ്റ്റ് പാലറ്റിൽ തട്ടിച്ചിട്ട്, അതാണ് ഖാഫ്. ഓക്കെ, നല്ല ഉള്ളിലേക്കാക്കിയിട്ട് ഖാ, ഖീ, ഖൂ അങ്ങനെ തന്നെ പറയാം ഇൻഷാ അല്ലാഹ്. ഇനി കാഫ്. കാഫിൻ്റെ മഖ്റജ് ഇതാണ്. നാവിൻ്റെ പിൻഭാഗം മേലെ അണ്ണാക്ക് എന്ന് പറഞ്ഞാൽ ഹനക്കുൽ ആലാൻ്റെ മൃദുലമായ ഭാഗവും ഉറപ്പുള്ള ഭാഗവും ചേരുന്ന സ്ഥലത്ത് ചേർക്കുന്നു. ഓക്കെ, ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റും ചേരുന്ന സ്ഥലത്ത്. ചേരുന്ന സ്ഥലം ഏതാണ്? ഇവിടെ. ഇത് സോഫ്റ്റ് പാലറ്റ്, ഇത് ഹാർഡ് പാലറ്റ്. ഇത് രണ്ടും ചേരുന്ന സ്ഥലം ഇവിടെ നാവിൻ്റെ പിൻഭാഗം അഖ്സൽ ലിസാന് ഹിറ്റ് ചെയ്തിട്ടാണ് കാഫ് ഉണ്ടാവുന്നത്. നേരെ മറിച്ച് ഖാഫ് ഇവിടെ ആയിരുന്നു, സോഫ്റ്റ് പാലറ്റ്, പ്യുവർലി സോഫ്റ്റ് പാലറ്റ് ആയിരുന്നു. കാഫ് ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന സ്ഥലം, അവിടുന്ന് കാഫ് ഉണ്ടാവുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിനും മഖ്റജ് ഒന്ന് കമ്പയർ ചെയ്യാണ്. രണ്ടും അഖ്സൽ ലിസാൻ എന്നുള്ള ലെറ്റേഴ്സാണ്, കാഫും ഖാഫും. ഓക്കെ, ഖാഫിൻ്റെയും കാഫിൻ്റെയും മഖാരിജുകളുടെ താരതമ്യം. ഓക്കെ, ആദ്യം ഖാഫ് നോക്കാം. ആദ്യം തുടങ്ങുന്നത് ഖാഫിൽ നിന്നാണല്ലോ. അപ്പോൾ നാവിൻ്റെ പിൻഭാഗം അഖ്സൽ ലിസാന് ഹനക്കുൽ ലഹ്മി. സോഫ്റ്റ് പാലറ്റിന് എന്താ പറയുക? ഹനക്കുൽ ലഹ്മി. ലഹം എന്താണ്? മീറ്റ്, മാംസളമായ ഭാഗം. ഓക്കെ, ഹനക്കുൽ ലഹ്മി മാംസളമായ ഭാഗം, മേലെ അണ്ണാക്കിലെ മാംസളമായ ഭാഗത്തോട് ചേർത്തിട്ട് ആണ് ഖാഫ് കിട്ടുന്നത്. നേരെ മറിച്ച് കാഫ് എവിടെയാണ്? മേലെ അണ്ണാക്കിൻ്റെ മൃദുലമായ ഭാഗവും ഉറപ്പുള്ള ഭാഗവും ചേരുന്ന സ്ഥലത്ത് ചേർക്കുന്നു. ഇവിടെ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന സ്ഥലം, സോഫ്റ്റ് പാലറ്റ്, ഹാർഡ് പാലറ്റ്, ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന സ്ഥലം. ഇവിടാണ് അഖ്സൽ ലിസാന് ഹിറ്റ് ചെയ്യേണ്ടത് കാഫ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ അതാണ് ഖാഫിൻ്റെയും കാഫിൻ്റെയും മഖ്റജ് നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മഖ്റജ് വസത്തുൽ ലിസാൻ. 3 അക്ഷരങ്ങളേ ഉള്ളൂ. വസത്തുൽ ലിസാൻ. ഓക്കെ, എത്ര മഖ്റജ് ഉണ്ട്? ഒറ്റ മഖ്റജ്. ഓക്കെ, പിന്നെ അക്ഷരങ്ങൾ എത്ര എണ്ണമാണ്? 3 അക്ഷരങ്ങൾ. ജീം, ഷീൻ, യാ, ഗൈർ മദ്ദിയ. മദ്ദിൻ്റെ യാ ഏതായിരുന്നു? നമ്മൾ പഠിച്ചു ജൗഫാണെന്ന് അല്ലേ. ഇത് ലിസാനാണ്, വസത്തുൽ ലിസാനാണ്, യാ ഗൈർ മദ്ദിയ. ഓക്കെ, അപ്പം ഇത് എങ്ങനെ പറയുക? ജീം എങ്ങനെയാണ്? വസത്തുൽ ലിസാനും ഹനക്കുൽ അല. ഓക്കെ, മറ്റേത് ഹനക്കുൽ അഗ്മിയാണ്, ഹാർഡ് പാലറ്റും വസത്തുൽ ലിസാനും തമ്മിൽ ഹിറ്റ് ചെയ്തിട്ട് ആണ് ജീം വരുന്നത്. തീരെ ഗ്യാപ്പ് ഉണ്ടാവില്ല ഇവിടെ. ജീമിന് ഇവിടെ ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവില്ല. ഓക്കെ, ജ, ജി, ജു. ഓക്കെ, അപ്പോൾ ഈ ഹാർഡ് പാലറ്റും വസത്തുൽ ലിസാനും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടാണ് ജീം കിട്ടുക നമുക്ക്. നേരെ മറിച്ച് ഷീനാണെങ്കിലോ ഇതേ സെയിം സ്ഥലം തന്നെ,
പക്ഷെ ഒരു നേരിയ ഗ്യാപ്പ് ഉണ്ടാവും. അഷ് അഷ് എന്നുള്ള നേരിയ ഗ്യാപ്പ് ഉണ്ടാവും. ഷീനിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മലയാളത്തിൽ പറയുന്ന മഷിക്കുപ്പി, അപ്പം അത്ര ഷാ എന്നാവാനും പാടില്ല. ശനിയാഴ്ച എന്ന് പറയുന്ന അത്ര ഷായും അല്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഉച്ചാരണമാണ്. ഓക്കെ, ഷാ പ്ലസ് ഷ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഉച്ചാരണമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരിയൊരു ഗ്യാപ്പും ഉണ്ടാവും. ഓക്കെ, വസത്തുൽ ലിസാനും ഹനക്കുൽ അഫ്മ്യു ഹാർഡ് പാലറ്റും ഓക്കെ തമ്മിൽ നേരിയൊരു ഗ്യാപ്പോട് കൂടിയിട്ട്. ഇനി യാ ഗൈർ മദ്ദിയ എൻ്റെ മഖ്റജ് ഏതാണ്? സെയിം തന്നെ, പക്ഷെ നല്ല ഗ്യാപ്പ് ഉണ്ടാവും ഇവിടെ. വസത്തുൽ ലിസാനും ഹാർഡ് പാലറ്റും, ഹനക്കുൽ അവ്മി ഹാർഡ് പാലറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നല്ലൊരു ഗ്യാപ്പോട് കൂടിയിട്ടാണ് യാ പറയുക. യാ ഗൈർ മദ്ദിയ. ഓക്കെ, മദ്ദിൻ്റെതല്ലാത്ത യാ. മദ്ദിൻ്റെ യാ നമ്മൾ പഠിച്ചു ജൗഫിന്നാണ്. ഈ എന്നുള്ളത് ജൗഫിന്നാണ്. നേരെ മറിച്ച് ഇത് യാ ആണ്, ഈ അല്ല, യാ ആണ്. യാ എവിടുന്നാണ്? വസത്തുൽ ലിസാൻ, നാവിൻ്റെ നടുഭാഗം. ഓക്കെ, ഇതിൻ്റെ അൽഖാബ് എന്താണ്? ഇതിൻ്റെ വിളിപ്പേരെന്താണ്? ഹുറൂഫു ഷജിരിയ. ഓക്കെ, ഹുറൂഫു ഷജിരിയ. അതിനങ്ങനെ ഈ പേര് കിട്ടിയത് വായയുടെ ഉള്ളിൽ 2 കവിളലുകളുടെ ഇടയിലുള്ള ഭാഗത്തെയാണ് ഷജുറുൽ ഫമ്മ്. വായയുടെ ഫമ്മ് എന്ന് പറഞ്ഞാൽ വായ. ഓക്കെ, ഷജുറുൽ ഫമ്മ് 2 കവിളലിൻ്റെ ഇടയിലുള്ള ഭാഗത്തിന്. അപ്പം അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ പേര് കിട്ടിയത്, പിന്നെ ഹുറൂഫു ഷജിരിയ എന്ന്. ഓക്കെ, അപ്പോൾ അഖ്സൽ ലിസാനും കഴിഞ്ഞു, വസത്തുൽ ലിസാനും കഴിഞ്ഞു. ഇനി ഹാഫത്തുൽ ലിസാൻ ഇൻഷാ അല്ലാഹ്. ഹാഫത്തുൽ ലിസാനും 2 മഖ്റജ് ഉണ്ട്. അക്ഷരങ്ങളാണെങ്കിൽ 2 അക്ഷരങ്ങൾ, ദോദും ലാമും. ഓക്കെ, ഓക്കെ, ദോദിൻ്റെ മഖ്റജ് നാവിൻ്റെ അരികിൻ്റെ പിൻഭാഗം, ഓക്കെ, മുൻഭാഗമല്ല, പിൻഭാഗം. അതിന് നേരെ മുകളിലുള്ള പല്ലുകളുടെ ഉള്ളിലെ അരികിൽ അമർത്തുക. ഈ ഭാഗം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നേരെ മേലെയുള്ള ഭാഗത്ത് അമർത്തുക. പല്ലുകളുടെ ഉള്ളിലെ അരികിൽ അമർത്തുക. ഈ ഗംസിൻ്റെ അവിടെ അമർത്തുക. ഈ ഭാഗം പച്ച കളറും കാണുന്ന ഭാഗം അമർത്തുക. ഇവിടെയാണ് പ്രഷർ ഉണ്ടാവുക. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ യെല്ലോ കളർ കാണുന്ന ഭാഗം തമ്മിൽ തട്ടുന്നുണ്ട്, പക്ഷെ ഇവിടെ പ്രഷർ കൊടുക്കാൻ പാടില്ല. ഇവിടെയാണ് പ്രഷർ കൊടുക്കണം. അപ്പോൾ ബോ 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 എന്നുള്ള സൗണ്ട് ആവുള്ളൂ. നേരെ മറിച്ച് ഇവിടെ പ്രഷർ കൊടുത്താൽ എന്താവും? ലോ 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 വല ലോ അങ്ങനെ ആയിപ്പോവും. വല ലോ അല്ല, വല ദോ ദോ വല ദോലീൻ അങ്ങനെയാണ് വരേണ്ടത്. അപ്പം എന്താണ് അതിന് നമ്മൾ ഇവിടെ നിന്നും പറയണം, അഖ്സ ഹാഫ് എന്നും പറയണം. ഓക്കെ, ഇവിടെ നിന്നും പറയാൻ പാടില്ല. ദോദിൻ്റെ മഖ്റജ് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ഈ ഭാഗവും തമ്മിൽ ചെറുങ്ങനെ ഒന്ന് ഉരസി നോക്കാം. അപ്പോൾ നമുക്കൊരു പ്രിക്കിംഗ് സെൻസേഷൻ കിട്ടും, ഒരു ചൊറിച്ചൽ പോലെ ഒരു പ്രിക്കിംഗ് സെൻസേഷൻ കിട്ടും. അതാണ് ദോദിൻ്റെ മഖ്റജ്. തമ്മിൽ ഒരതി നോക്കാം. ഓക്കെ, ഒരു പ്രിക്കിംഗ് സെൻസേഷൻ കിട്ടും ഇവിടെ. അതാണ് ദോദിൻ്റെ മഖ്റജ്. ദോദിൻ്റെ മഖ്റജിന് നമുക്ക് 2 സൈഡും ആണെങ്കിൽ 2 സൈഡും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, സൗകര്യം പോലെ. ഇനി ഹാഫത്തുൽ ലിസാൻ എന്നുള്ള ലാസ്റ്റ് അക്ഷരം ലാമിൻ്റെ മഖ്റജ്. ഓക്കെ, ലാസ്റ്റ് അക്ഷരം എന്ന് പറഞ്ഞാൽ ആകെ 2 അക്ഷരമാണ് ഹാഫത്തുൽ ലിസാൻ എന്നുള്ളത്. ദോദ് ഈ ഭാഗത്തുനിന്നും ലാം ഈ ഭാഗത്തുനിന്നും. ഓക്കെ, നാവിൻ്റെ അരികിൻ്റെ മുൻഭാഗം അതിന് നേരെ മുകളിലുള്ള മോണയുടെ ഭാഗത്ത് അമർത്തുക. നാവിൻ്റെ അരികിൻ്റെ മുൻഭാഗം. ഓക്കെ, ഇത് അണ്ണാക്കിൻ്റെ
ഒന്നാമത്തെ മുൻ അണപ്പല്ലുകൾ വരെ വ്യാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ മുൻ അണപ്പല്ല് ഏതാണ്? 1, 2, 3, 4 ഇതാണ് പ്രീമോളാസ്. അതേപോലെ 1, 2, 3, 4 1, 2, 3, 4 ഇതാണ് പ്രീമോളാസ്. ഓക്കെ, അപ്പം ഈ പ്രീമോളാസിൻ്റെ ഗംസിൻ്റെ ഇവിടെ വ്യാപിച്ച് കിടക്കാണ് ലാമിൻ്റെ മഖ്റജ്. പല്ല് ടച്ച് ചെയ്യാൻ പാടില്ല. ഇത്രയും നീളത്തിലുള്ള ഗംസാണ് ടച്ച് ചെയ്യേണ്ടത്. പ്രീമോളാർസിൻ്റെ ഗംസ് വരെയുള്ള ഇവിടെ ടച്ച് ചെയ്യണം. അദ്ന ഹാഫത്തുൽ ലിസാൻ, ഇത് അദ്ന ഹാഫത്തുൽ ലിസാൻ. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്യണം. ഒന്നാമത്തെ മുൻ അണപ്പല്ലുകൾ വരെ വ്യാപിച്ചിരിക്കുന്ന അണ്ണാക്കിൻ്റെ ഭാഗവുമായി നാവിൻ്റെ മുൻഭാഗത്തിൻ്റെ അരിക് മുഴുവനായും ചേർക്കുന്നു. അങ്ങനെയാണ് ലാം കിട്ടുന്നത്. അൽ നല്ലോണം കുറേ ഭാഗം മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. അൽഹംദു. അപ്പം നമ്മൾ അഖ്സൽ ലിസാൻ കഴിഞ്ഞു, വസത്തുൽ ലിസാൻ കഴിഞ്ഞു, തൊർഫുൽ ലിസാൻ കഴിഞ്ഞു, ഹാഫത്തുൽ ലിസാൻ കഴിഞ്ഞു. ഇനിയുള്ളത് തൊർഫുൽ ലിസാൻ, നാവിൻ്റെ അറ്റം. ഇപ്പോൾ ഈ ഭാഗം, മുൻഭാഗം, അറ്റം. ഓക്കെ, എത്ര മഖ്റജുകളുണ്ട്, എത്ര സ്പോട്ടുകളുണ്ട്, പോയിന്റുകളുണ്ട്? 5 മഖ്റജുകൾ. അക്ഷരങ്ങൾ 11 അക്ഷരങ്ങളുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 11 അക്ഷരങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൊർഫുൽ ലിസാൻ എന്ന് പറഞ്ഞ ഒന്നാമത്തെ അക്ഷരം നൂന്. നൂനിൻ്റെ മഖ്റജ് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചതുപോലെയല്ല, 2 മഖ്റജുകൾ ഇൻവോൾവ് ആവുന്നുണ്ട് നൂന് ഉച്ചരിക്കാൻ. ഒന്ന് ഏതാണ്? ലിസാൻ, പെർട്ടിക്കുലർലി തൊർഫുൽ ലിസാൻ. പിന്നെ ഖൈഷൂം. ഇത് രണ്ടും വരുന്നുണ്ട് നൂനിൻ്റെ മഖ്റജിൽ. 2 ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. നാവിൻ്റെ അറ്റം, അതായത് തൊർഫുൽ ലിസാൻ, അതിനോട് ചേർന്ന മോണയുടെ ഭാഗവുമായി ചേരണം. അതിനോട് തൊർഫുൽ ലിസാനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോണൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അതായത് ഹനക്കുൽ മുഖദ്ദിം, ഈ ലൈൻസ് പോലുള്ള ഭാഗം അവിടെ തട്ടണം. പിന്നെ എന്താണ്? നൂനിന് ഒരു ഭാഗം കൂടി ഉണ്ട്, ഖൈഷൂമും ഉണ്ട്. മൂക്കിൻ്റെ പൊള്ളയായ ഭാഗവും ഖൈഷൂം. ഓക്കെ, അപ്പോൾ തൊർഫുൽ ലിസാനും ഖൈഷൂമും രണ്ടും ഉണ്ട് നൂനിൻ്റെ മഖ്റജിൽ. ഓക്കെ, ഈ ഖൈഷൂമില്ല, ഞാൻ മൂക്ക് പൊത്തിയാൽ നൂന് കംപ്ലീറ്റ് ആവില്ല. ഞാൻ ഇപ്പോൾ മൂക്ക് പൊത്തിയിട്ട് പറയാണ് സൗണ്ട് കുറയും. ഓക്കെ, മൂക്കിൽ നിന്നും കൂടി ഒഴുകണം സൗണ്ട്, എന്നാലേ നൂന് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ മൂക്ക് തുറന്നിട്ട് പറയുമ്പോൾ കംപ്ലീറ്റ് ആയി, അൽഹംദുലില്ലാ. ഇനി തൊർഫുൽ ലിസാൻ എന്നുള്ള അടുത്ത ലെറ്റർ റോൻ്റെ മഖ്റജ് ഏതാണ്? നാവിൻ്റെ അറ്റം അതിനോട് ചേർന്ന മേലെ അണ്ണാക്കിൻ്റെ ഭാഗവുമായി ചേർന്ന്, നാവിൻ്റെ അറ്റം തൊർഫുൽ ലിസാൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മേലെ അണ്ണാക്ക് മീൻസ് ഹനക്കുൽ മുഖദ്ദിം, ഈ മുഖദ്ദിമുൽ ഹനക്ക്, ഈ ലൈൻ ഉള്ള ആ ഭാഗമായിട്ട് ചേർന്നിട്ട്. ഈ മഖ്റജ് നൂനിൻ്റെ മഖ്റജിൻ്റെ വളരെ അടുത്താണ്. നൂന് ഇവിടെ ആണെങ്കിൽ റോ ഇവിടെ അടുത്തടുത്താണ്, ഇത്തിരി വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ റോ പറയുമ്പം എന്താണ്? തക്രാറ് വരണം, റോ തന്നെ വരണം. അല്ലാതെ റോ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ നിന്നാണ് പറയുന്നതെന്നാണ്, മഖ്റജ് എന്നല്ല പറയുന്നത്, ഇവിടെ തന്നെ പറയണം. റോ ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു എന്നുള്ള റോളിങ് സൗണ്ട് വരണം. അത് റോൻ്റെ ഒരു സ്വഭാവമാണ്, അത് എന്തായാലും വരണം. അങ്ങനെ. ഇനി ലാം, നൂൻ, റോ, ഈ ഇതിന് ഉള്ള അൽഖാബ് എന്താണ്? ഹുറൂഫു ദലഖിയ്യ.
ഓക്കെ. ദലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റം, ഓരം, അറ്റം. ഓക്കെ. അപ്പോൾ നാവിൻ്റെ അറ്റത്തുനിന്ന് വരുന്ന ലെറ്റേഴ്സ് ആയതുകൊണ്ട് എന്താ പറയുക? ഹുറൂഫു ദലഖിയ്യ എന്ന് പറയും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ റോ കഴിഞ്ഞു. റോ ഇനി 2 രീതിയിൽ ഉച്ചരിക്കും. കനപ്പിച്ചു ഉച്ചരിക്കും, നേർപ്പിച്ചു ഉച്ചരിക്കും. റോ കനപ്പിച്ചു ഉച്ചരിക്കും, നേർപ്പിച്ചു ഉച്ചരിക്കും. അപ്പോൾ നേർപ്പിച്ച് ഉച്ചരിക്കുമ്പോഴെങ്ങനെയാണ്? നാവിൻ്റെ ബാക്ക് റിലാക്സ്, രീ രീ എന്ന് പറയുമ്പോൾ ശരീ റിലാക്സ് ആയിരിക്കും. ഓക്കെ. നേരെ മറിച്ച് കനപ്പിച്ച് റോ റോസിഖ് റോസിഖ് പറയുമ്പോഴെങ്ങനെയാണ്? നാവിൻ്റെ ബാക്ക് ഉയർത്തണം. ഇവിടെ ഒരു സ്പൂണ് പോലെ ഒരു കുഴി ഉണ്ടാവും. സൗണ്ട് മേലെ അണ്ണാക്കിലേക്ക് കേന്ദ്രീകരിക്കണം. ഓക്കെ. റോ ഹെവി ആയിട്ട് പറയുമ്പോൾ, ഹെവി ആയിട്ട് എപ്പോഴാണ് പറയുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പാഠത്തിൽ പറയാം. 8 കണ്ടീഷനിൽ ഹെവി ആയിട്ട് പറയും, 4 കണ്ടീഷനിൽ ലൈറ്റ് ആയിട്ട് പറയും. ഓക്കെ. അപ്പോൾ രണ്ടും നാവിൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മഹ്റജ് സെയിം തന്നെ. കനപ്പിച്ച് ഉച്ചരിക്കുകയാണെങ്കിലും നേർപ്പിച്ച് ഉച്ചരിക്കുകയാണെങ്കിലും മഹ്റജ് സെയിം, ഒരേ സ്പോട്ടിൽ നിന്നും തന്നെ. ഇനി ഹുറൂഫുൽ അസ്ലിയ. ഹുറൂഫുൽ അസ്ലിയ എന്താണ്? ഹുറൂഫുൽ അസ്ലിയ സീൻ, സ, സോദ്. ഓക്കെ. അസ്ലത്തുൽ ലിസാൻ എന്നത് നാവിൻ്റെ ഏറ്റവും അറ്റഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ തൊർഫുൽ ലിസാനിൽ നമ്മൾ പഠിച്ചു റസുൽ ലിസാൻ ഉണ്ടെന്ന്. ഏറ്റവും അറ്റം റസുൽ ലിസാൻ. ഇത് തൊർഫുൽ ലിസാൻ ആണെങ്കിൽ ഇത് റസുൽ ലിസാൻ, ഏറ്റവും അറ്റം. ഈ ഭാഗം തന്നെ എന്താണ്? ലോവർ ഇൻസിസേഴ്സിൻ്റെ ഉൾഭാഗത്ത് വെക്കണം. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അക്ഷരങ്ങൾ മാത്രമാണ് ലോവർ ഭാഗം ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ മുകളിലേക്കാണ്, ഇവിടെയാണ് അല്ലേ, മേലെ അപ്പർ പാലറ്റ് ആയിട്ടാണ്. ഇത് ലോവർ ഇൻസിസേഴ്സിൻ്റെ ഉൾഭാഗത്ത്. ഓക്കെ. നാവിൻ്റെ ഏറ്റവും അറ്റം, അതായത് ഏറ്റവും അറ്റം മുൻതഹ തൊർഫുൽ ലിസാൻ അല്ലെങ്കിൽ റസുൽ ലിസാൻ, താഴത്തെ മുൻനിര പല്ലുകളുടെ ഉൾഭാഗവും ലോവർ ഇൻസിസേഴ്സിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട്. ഓക്കെ. മുൻതഹ തൊർഫുൽ ലിസാൻ അല്ലെങ്കിൽ റസുൽ ലിസാനും ലോവർ ഇൻസിസേഴ്സിൻ്റെ ഉൾഭാഗവും. ഓക്കെ. താഴത്തെയും മുകളിലെയും മുൻനിര പല്ലുകളുടെ ഇടയിലുള്ള ചെറിയ വിടവിലൂടെ ശബ്ദം പുറത്തു വരുന്നു. പല്ലിൻ്റെ ഇടയിലുള്ള ചെറിയ വിടവ് കാണിച്ചു തരാം. കണ്ടോ? ഇവിടെ വിടവ് കണ്ടോ? ഈ വിടവിലൂടെ ശബ്ദം, നേരെ വിടവിലൂടെ പോകുമ്പോഴാണ് ഒരു വിസ്ലിംഗ് സൗണ്ട്. അസ് അസ്, ഒരു വിസിൽ പോലെ, വിസിലിൻ്റെ ഒരു ഷേപ്പാണ്, നേരിയ ഒരു ഗ്യാപ്പ്. അപ്പോഴാണ് അസ് 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 അങ്ങനെ വരുന്നത്. ഈ ഗ്യാപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ മഹ്റജ് പറയുമ്പോൾ മുൻതഹ തൊർഫുൽ ലിസാനും ലോവർ ഇൻസിസേഴ്സിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ മതി മഹ്റജ്. പിന്നെ ഈ 3 അക്ഷരങ്ങളും ഒരേ മഹ്റജ് പങ്കുവെക്കുന്നു. എങ്കിലും സ്വാദ് എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തെ മേലെ അണ്ണാക്കിലേക്ക് നിയന്ത്രിച്ചു വിടാൻ നാവിൻ്റെ പിൻഭാഗവും ഉയരുന്നു. സ്വാദ് ഹെവി അക്ഷരമായതുകൊണ്ട് നാവിൻ്റെ പിൻഭാഗം ഉയരും. ഇവിടെ ഒരു സ്പൂണ് പോലെ കുഴിയും. ശബ്ദത്തിനെ മേലെ അണ്ണാക്കിലേക്ക് കേന്ദ്രീകരിക്കും. എപ്പിഗ്ലോട്ടിസ് പുഷാവും. ഓക്കെ. അങ്ങനെ 4 സംഗതികൾ സംഭവിക്കുന്നുണ്ട്. ഒരക്ഷരം ഹെവി ആക്കുമ്പോൾ ഈ 4 സംഭവിക്കും. 1, 2, 3, 4. ഒന്നെന്താണ്? നാവിൻ്റെ ബാക്ക് ഉയരും. 2 ഈ ഭാഗം കുഴിയും. പിന്നെ ശബ്ദം മേലെ അണ്ണാക്കിലേക്ക് കേന്ദ്രീകരിക്കും. എപ്പിഗ്ലോട്ടിസ് ബാക്കോട്ടേക്ക് പുഷാവും. പിന്നെ സ്വാദ് ഉച്ചരിക്കുമ്പോഴുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ചുണ്ട് കൂട്ടാറുണ്ട് നമ്മളെ നാട്ടുകാർ. സ്വാ സ്വാ എന്ന് പറയാം. സ്വാ എന്ന് പറയാൻ പാടില്ല. സോ സോ സോലിഹ്
അങ്ങനെ പറയണം. ചുണ്ട് ഉപയോഗിക്കാതെ. സ്വാദിൻ്റെ മഹ്റജിൽ ചുണ്ടില്ല, അപ്പോൾ ചുണ്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ. ഇനി അടുത്തത് ഇൻഷാ അല്ലാഹ് ഹുറൂഫുൻ നുത്ഇയ്യ എന്താണെന്ന് നോക്കാം. നുത്ഇയ്യ, ഹുറൂഫുൻ നുത്ഇയ്യ എന്താണ്? ത, ദ, ത. ത, ദ, ത. ഇതാണ് ഹുറൂഫുൻ നുത്ഇയ്യ. നുത്അ എന്നതിൻ്റെ ഭാഷാർത്ഥം തൊലി എന്നാണ്. ഇവിടെ ഇത് അണ്ണാക്കിൻ്റെ തുടക്ക ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ സ്കിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് നമ്മൾ പഠിച്ചു ലിസ എന്ന് പേരുണ്ടെന്ന് അല്ലേ? ലിസ, ഇത് ലിസ. ഓക്കെ, അപ്പം നാവിൻ്റെ അറ്റം തൊർഫുൽ ലിസാന് മേൽവരിയിലെ മുൻപല്ലുകളുടെ അപ്പർ ഇൻസിസേഴ്സിൻ്റെ കടഭാഗത്ത് അമർത്തുന്നു. ഓക്കെ, ഈ ലിസൻ്റെ അവിടെ അമർത്തുന്നു. ഓക്കെ, നാവിൻ്റെ അറ്റം അതായത് തൊർഫുൽ ലിസാന് മേൽവരി മുൻപല്ലുകളുടെ അതായത് അപ്പർ ഇൻസിസേഴ്സിൻ്റെ കടഭാഗത്ത് അമർത്തുന്നു. ഓക്കെ, അങ്ങനെ ഈ സ്പോട്ടിൽ നിന്നും തന്നെ വരണം ത, ദ, ത. ഓക്കെ, അപ്പോൾ കറക്റ്റ് മഹ്റജ് ആണെങ്കിൽ അത്ത് അത്ത് എന്ന് ആ ഒരു കാറ്റിൻ്റെ ശബ്ദം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ശബ്ദം ഉണ്ടാവില്ല. നമ്മൾ മലയാളത്തിലത്തെ തായും അറബിയിലെ തായും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അറബിയിൽ അത്ത് അത്ത് കാറ്റ് വരും സുക്കൂനാവുമ്പോഴത്തേക്ക്. ഓക്കെ, പിന്നെ തോ തോ എന്നുള്ളതിനും ചുണ്ട് ഉപയോഗിക്കാൻ പാടില്ല. ത്വാ അല്ല, തോ ചുണ്ട് ഒട്ടും ഉപയോഗിക്കാതെ. ത, തോ, ത, തോ രണ്ടിനും ചുണ്ട് ഒരേപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. രണ്ടക്ഷരങ്ങൾ ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ത, തോ, ത, തോ. ചുണ്ടിനൊരു വ്യത്യാസവും വരാൻ പാടില്ല. ഇവിടെ തായും ദാലും ലൈറ്റ് അക്ഷരമാണ്, നേർപ്പിച്ച് ഉച്ചരിക്കുന്ന അക്ഷരമാണ്. നേരെ മനസ്സിൽ തോ എന്താണ്? നല്ല ഹെവി ആയിട്ടുള്ള അക്ഷരമാണ്. അതുകൊണ്ടാണ് ഇവിടെ നാവിൻ്റെ ബാക്ക് ഉയർന്നിട്ടുള്ളത്, നാവിൻ്റെ പിൻഭാഗം ഉയർന്നിട്ട് ഉള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഹുറൂഫുൽ ലിസവിയ്യ നോക്കാം. ഓക്കെ, ഏതൊക്കെയാണെന്നുള്ളത്. സ, സ, വോ, ഹുറൂഫുൽ ലിസവിയ്യ. ഓക്കെ, അൽ ലിസ യഥാർത്ഥത്തിൽ മോണയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മോണയിൽ സ്പർശിക്കുന്നില്ലെങ്കിൽ കൂടി അവ അങ്ങനെ അറിയപ്പെടുന്നത് മോണയുമായിട്ടുള്ള സാമീപ്യം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, നമ്മളെ ഭാഷ പോലെയല്ല അറബിക്ക്, വളരെയധികം സാഹിത്യത്തിൻ്റെ ഭാഷ ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതാണ് ലിസ. സ, സ, വോ വരുന്നത് ഇവിടെ നിന്നാണ്. പക്ഷെ ഇതിന് ലിസവിയ എന്ന് പേരിട്ട് എന്താണ്? ഇത് ഈ ലിസൻ്റെ അടുത്തൊക്കെ അയൽവാസിയൊക്കെ ആയിട്ടുള്ളതാണ്, അടുത്താണ്, സമീപത്താണുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ലിസവിയ എന്ന് ഈ അക്ഷരങ്ങൾക്ക് പേര് കിട്ടിയത്. ഓക്കെ, അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? സ, ദാൽ, വോ. ഓക്കെ, അപ്പോൾ അത് എവിടെയാണ്? ഈ പല്ലിൻ്റെ ഈ ഷാർപ്പ് എൻഡും നാവിൻ്റെ എൻഡും. ഓക്കെ, നാവിൻ്റെ അറ്റം തൊർഫുൽ ലിസാന് മേൽവരിയിലെ മുൻപല്ലുകളുടെ അപ്പർ ഇൻസിസേഴ്സിൻ്റെ അറ്റത്തിന് തൊട്ടു താഴെ വെക്കുന്നു. നാവിൻ്റെ അറ്റം തൊർഫുൽ ലിസാന് ഈ ഷാർപ്പ് ഭാഗത്താണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ കിട്ടുക സ, ദാൽ, വോ. ഓക്കെ, ഈ ദാലും വോയും എന്താണ് വ്യത്യാസം? എന്താണ്? ഈ ദാല് നേർപ്പിച്ച് ഉച്ചരിച്ചാൽ ദാല്, അതേ അക്ഷരത്തിന് നല്ല ഖനപ്പിച്ച് ഉച്ചരിച്ചാൽ വോ. കണ്ട, ഒരേ മഹ്റജാണ്. ദ, വോ, ദ, വോ. ഓക്കെ, ഈ മൂന്ന് അക്ഷരങ്ങളും ഒരേ മഹ്റജ് പങ്കുവെക്കുന്നു. എങ്കിലും വോ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തെ മേലെ അണ്ണാക്കിലേക്ക് നിയന്ത്രിച്ച് വിടുവാൻ നാവിൻ്റെ പിൻഭാഗവും ഉയർത്തുന്നു. ഇവിടെ കണ്ട, പിൻഭാഗം ഉയർന്നിട്ടാണ്, മറിച്ച് ഇവിടെ റാഹ പൊസിഷനിലാണ്.
റിലാക്സ് പൊസിഷനിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വോ മഹ്റജിൻ്റെ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവണം. മഹ്റജ് ഇതാണ്, പല്ലിൻ്റെ അറ്റാണ്. അപ്പോൾ ഇത് നാവിൻ്റെ ബാക്ക് ഉയർന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതാ അക്ഷരം വോ ആണ്. ഓക്കെ, ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ നാവിൻ്റെ അക്ഷരങ്ങൾ, ലിസാൻ്റെ അക്ഷരങ്ങൾ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ ഷഫത്താനാണുള്ളത്. ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇൻഷാ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.